സംഘടനയ്ക്കകത്ത് ലഭ്യമായിട്ടുള്ള പരാതികൾ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പൊ ഇന്നിപ്പം ഇത് വീണ്ടും ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എനിക്കറിയില്ല. സംഘടനയ്ക്കകത്ത് വന്നിട്ടുള്ള പരാതികൾ, ആ പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. സംഘടനയ്ക്ക് പുറത്തേക്ക് പോയിട്ടുള്ള പരാതികളുണ്ടോ? ആ പരാതികളോട് സംഘടനയ്ക്ക് പോസിറ്റീവായിട്ടുള്ള നിലപാടാണ്. ഞാൻ ചോദിക്കുന്നത്, സമരം ചെയ്തതിന്റെ പേരിൽ എന്റെ വീട് വളഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ പോലീസല്ലേ ഈ നാട്ടിലുള്ളത്? അന്വേഷിക്കട്ടെന്നേ. അതിനേക്കാൾ ഊർജ്ജസ്വലത അവർക്ക് എന്തായാലും ഇതിനകത്ത് കാണുമല്ലോ. ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാരനെ ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാനായിട്ടുള്ളൊരു വേട്ട നടത്താമല്ലോ. നടത്തട്ടെ. സർക്കാർ ഇപ്പോൾ ഈ വേട്ട നടത്തിയിട്ട് നമ്മൾ പേടിച്ചിട്ടില്ല. സമരത്തിന്റെ പേരിൽ വേട്ടയാടിയിട്ട് നമ്മൾ പേടിച്ചിട്ടില്ല. അപ്പോഴാണോ പിന്നെ വേറെ ഏതെങ്കിലും കേസുമായിട്ട് വന്നാൽ വരട്ടെന്നേ. നമുക്കതിനകത്ത് ആശങ്കകളില്ല. DIG അല്ല, വിജയൻ നേരിട്ട് അന്വേഷിക്കട്ടെന്നേ. എന്തിനാ DIG ആക്കുന്നത്? വിജയനും ശശിയും കൂടെ രാവിലെ യൂണിഫോം ഇട്ട് ഇറങ്ങട്ടെ. അവരിറങ്ങട്ടെ. എന്തിനാ ഈ DIG ഒക്കെ ഏൽപ്പിക്കുന്നത്? DIG ഏൽപ്പിച്ചാലും അവസാനം ശശിയും വിജയനും തന്നെ തീരുമാനിക്കുന്നത്. എന്തിനാ DIG ഒക്കെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തിനാ? ഒന്നും അല്ലെങ്കിൽ പരീക്ഷ പാസ്സായ ഉദ്യോഗസ്ഥന്മാരല്ലേ, അവരുടെ മുറയിൽ തകർക്കുന്നത് എന്തിനാ? ഇപ്പൊ എന്റെ വീട് വളഞ്ഞപ്പോ നിങ്ങള് എത്ര മാധ്യമപ്രവർത്തകർ എന്നെ കന്റോൺമെന്റ് സ്റ്റേഷൻ വെച്ച് കണ്ടിട്ടുണ്ട്? കന്റോൺമെന്റ് സ്റ്റേഷനിൽ അവിടുത്തെ SI ആണല്ലോ ഡീസലും ചെലവാക്കി എന്റെ വീട്ടിലേക്ക് വന്നത്. അടുത്ത മാസം അവന്റെ ഡീസൽ കിട്ടത്തില്ല. അതിന് ഞങ്ങൾ സമരം ചെയ്യും. അത് വേറെ കാര്യം. അത് നാട്ടിലെ പ്രശ്നം. അവൻ അടൂര് വരെയുള്ള ഡീസൽ കളയേണ്ട കാര്യമില്ലായിരുന്നു. അത് സേവ് ചെയ്യായിരുന്നു. 10 തവണയിൽ കുറയാതെ ഞാൻ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയാളല്ലേ. 10 തവണയിൽ കുറയാതെ. CCTV ഫൂട്ടേജ് ഉണ്ടല്ലോ, പരിശോധിക്കട്ടെ. അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ SHOയോട് ചോദിച്ചു. 10 തവണയിൽ കുറയാതെ ഞാൻ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയിട്ടുള്ള ആളാണ്. അന്നൊന്നും എന്നെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. ഞാൻ ജയിലിൽ 8 തവണ, എന്റെ സഹപ്രവർത്തകർ ജയിലിലായപ്പോ 8 തവണ, പോലീസ് ബന്ദോബസ്തുള്ള സ്ഥലമല്ലേ ജയില്, 8 തവണ പോയ ആളല്ലേ. ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ലേ? ഈ കേസ് ഉണ്ടായതിനു ശേഷം പിന്നെയും ഞാൻ എത്ര സമരങ്ങൾ തിരുവനന്തപുരത്ത് പങ്കെടുത്തു. അന്നൊന്നുമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ, വേട്ടയാടാൻ വീട്ടിൽ വരെ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടിൽ വേട്ടയാടി വരാമെങ്കിൽ ഈ നാട്ടിൽ ഏത് യൂത്ത് കോൺഗ്രസ്സുകാരനെയും ഏത് കേസിലും കൂടി കൂട്ടട്ടെന്നേ. വിജയന് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്യട്ടെ. അത് കഴിയുമ്പോ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ, അത് കഴിയുമ്പോ ആ കിരീടം ഒന്ന് താഴോട്ട് വയ്ക്കണം. ജനങ്ങൾ പിന്നാലെ ഉണ്ടാവും.